ജീവിത സമ്മർദ്ദങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ളവരാണ് നമ്മിൽ മിക്കപേരും. ഇപ്പോൾ ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ കുട്ടികൾക്ക് പരീക്ഷയുടെ കാലമാണ്. കുട്ടികൾക്ക് മാത്രമല്ല, അവരുടെ മാതാപിതാക്കൾക്കും പരീക്ഷയുടെ കാലമാണ്. പരീക്ഷയിൽ അകപ്പെടാതെ ഞങ്ങളെ സൂക്ഷിക്കണമേ എന്ന് ചില കുട്ടികൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. 64% കുട്ടികൾ പലതരത്തിലുള്ള പരീക്ഷാ സമ്മർദ്ദങ്ങളിൽ അനുഭവിക്കുന്നുവെന്ന് കണക്കുകൾ പറയുന്നു. ഇതിന് എക്സാം സ്ട്രെസ് എന്നാണ് പറയുന്നത്. വിഷമകരമായ സാഹചര്യങ്ങൾ മൂലമുണ്ടാകുന്ന ഉത്കണ്ഠയെ, മാനസിക പിരിമുറുക്കത്തെ സ്ട്രെസ് അഥവാ സമ്മർദ്ദം എന്ന് പറയുന്നു. ഇത് നമ്മുടെ ജീവിതത്തിലെ വെല്ലുവിളികളെയും ഭീഷണികളെയും നേരിടാൻ നമ്മിൽ തന്നെ ഉണ്ടാകുന്ന ഒരു സ്വാഭാവിക പ്രതികരണമാണ് സ്ട്രെസ് അഥവാ സമ്മർദ്ദം എന്നത്. എന്നാൽ ആളുകൾ എങ്ങനെ ഈ സമ്മർദ്ദങ്ങളെ നേരിടുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം സമ്മർദ്ദങ്ങൾ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ബാധിക്കുന്നു. ഒരല്പം സമ്മർദ്ദം നല്ലതാണ്. അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സഹായകരമാകുന്നു. എന്നാൽ അമിത സമ്മർദ്ദം ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളോട് എല്ലാവരും ഒരുപോലെ പ്രതികരിക്കണം എന്നില്ല. മറിച്ച് ഇത്തരം സാഹചര്യങ്ങളോട് എല്ലാവരിലും വ്യത്യസ്ത പ്രതികരണങ്ങളാണ് ഉണ്ടാകുന്നത്. അതായത് സമ്മർദ്ദത്തെ അതിജീവിക്കുന്നതിൽ ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ്. ഒരുപക്ഷെ നാം പറഞ്ഞതുപോലെ സ്കൂളിൽ പരീക്ഷ എഴുതുമ്പോഴുണ്ടാകുന്ന സമ്മർദ്ദങ്ങളോ, ജോലിയിൽ നേരിടുന്ന സമ്മർദ്ദങ്ങളോ, കുടുംബങ്ങളിലോ മറ്റ് സുഹൃത്ത് ബന്ധങ്ങളിലോ ഒക്കെ ഉണ്ടാകുന്ന ഉലച്ചിലുകളോ, അതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളോ, അപ്രതീക്ഷിതമായ രോഗങ്ങളോ, പ്രകൃതിയുടെ ദുരന്തങ്ങളോ, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ജീവിതത്തിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നത് സാധാരണമാണ്. സമ്മർദ്ദങ്ങൾ പല രീതിയിൽ നമ്മെ ബാധിക്കാൻ ഇടയുണ്ട്. എന്നാൽ മാനസികമോ ശാരീരികമോ ആത്മീകവുമായ ഏത് ജീവിത സാഹചര്യങ്ങളെ നേരിടാൻ ശരിയായ ജീവിതശൈലിയോടൊപ്പം ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസവും പ്രാർത്ഥനയും നമ്മെ സഹായിക്കും. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയിലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. അതെ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. പരീക്ഷ പനി എന്ന് കേട്ടിട്ടില്ലേ? ഇത് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, മാതാപിതാക്കൾക്കും ഉണ്ടാകാറുണ്ട്. പരീക്ഷ എഴുതുന്ന സമയത്ത് മാതാപിതാക്കൾ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങൾ നമ്മൾക്ക് കേൾക്കാം. ഞങ്ങളുടെ പ്രത്യേക യൂട്യൂബ് ലൈവ് ഷോ മറക്കാതെ കാണുക. നിങ്ങൾ എവിടെയായിരുന്നാലും നാളെ, അതായത് ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ഫീബ ഇന്ത്യ ചങ്ങാതി മലയാളം യൂട്യൂബ് ചാനലിൽ ഞങ്ങളോടൊപ്പം പങ്കുചേരൂ. നമ്മോടൊപ്പം കൗൺസിലറും സൈക്കോളജിസ്റ്റും അഗാപ്പെ മെന്റൽ ഹെൽത്ത് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകനും ഡയറക്ടറുമായിരിക്കുന്ന ഡോക്ടർ ജോൺ ജേക്കബ് മുണ്ടുകോട്ടയ്ക്കൽ ജോയിൻ ചെയ്യുന്നു. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 098802221957 എന്ന നമ്പർ ഉപയോഗിക്കുക.